വീട്ടിൽ തന്നെ നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആരും മാറ്റണ്ട, അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. മസാലയ്ക്കായി എണ്ണയിൽ കടുക് പൊട്ടിച്ച് വെള്ളിയുള്ളി ചെറുതായി അരിഞ്ഞത്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് കടലമാവും മുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ബാറ്ററാക്കി വെക്കുക. ഇനി നമ്മുടെ പൊട്ടാറ്റോ മസാല ബോൾസാക്കി ഈ ബാറ്ററിൽ മുക്കി ഇതുപോലെ എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ. നല്ല സ്വാദാണ്. പിന്നെ ബാക്കി വരുന്ന കടലമാവ് തവിയിലൂടെ ഒഴിച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ബൂന്തിയായി നമുക്ക് കഴിക്കാം. ഇനി നമ്മൾ പച്ചമുളക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. ബണ്ണ് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ബോണ്ടയും കുറച്ച് ബൂന്തിയും ഒരു പച്ചമുളകും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ. കാണുമ്പോൾ ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബണ്ണ് രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ വെച്ചല്ലോ, ഇനി നമ്മളിതിങ്ങനെ കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത പച്ചമുളകിനെ നമ്മളെപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. നമ്മളല്ല, പലരും. പക്ഷെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ സ്നാക്കിലൂടെ. നമ്മളിങ്ങനെ കഴിച്ചു. എന്നിട്ട് ഇത് കഴിച്ച് തീരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും കഴിക്കാൻ തോന്നും. വീണ്ടും കഴിയും. അപ്പോൾ ഇന്ന് കോളേജ് വിട്ട് വന്നപ്പോൾ അമ്മ ഇതാണ് തന്നത്, നല്ല ടേസ്റ്റി വടാപ്പാവ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ചൂടോട് കൂടി ഇത് കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഈസിയായി തയ്യാറാക്കാമല്ലോ. പൊട്ടറ്റോൻ്റെ നല്ല സ്വാദ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിനി ഈസിയായി ടേസ്റ്റോട് കൂടി സ്നാക്സ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.